ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം ആൻഡ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് ടോർട്ടേ കേക്ക് അല്ലെങ്കിൽ നമ്മുടെ ഡ്രീം കേക്ക്, ട്രെൻഡിങ് ആയിട്ട് യൂട്യൂബിലാണെങ്കിലും ഇൻസ്റ്റയിലാണെങ്കിലും ഓടിക്കൊണ്ടിരിക്കുന്ന ആ ഒരു പുതിയ ട്രെൻഡിങ് കേക്കിൻ്റെ റെസിപ്പിയുമായിട്ടാണ്. അപ്പോൾ ബേബി വന്നിട്ട് നമ്മൾ ഫസ്റ്റായിട്ട് ഈ ഒരു കേക്കാണ് കേട്ടോ ഉണ്ടാക്കുന്നത്. ഞാൻ ഹോസ്പിറ്റലിൽ കിടക്കുന്ന ടൈമിലാണ് ഈ ഒരു കേക്ക് ഇങ്ങനെ വൈറലായിക്കൊണ്ട് ഓടിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ എനിക്കാണെങ്കിൽ ഇത് ഉണ്ടാക്കണം നല്ല ആഗ്രഹം ഉണ്ടായിരുന്നു. ഇത് ഞാൻ ബേബിയുടെ 40 ഡേയ്സിന് എടുത്തിട്ടുള്ള വീഡിയോ ആണ് കേട്ടോ. മോളെ ഒരു ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു, ഒരു ഫ്രണ്ടല്ല 2 ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നു. ഒരാൾ ലേറ്റ് ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പം ആദ്യം ഇവർ വന്നിട്ട് ഫുഡൊക്കെ കഴിച്ചു. എന്നിട്ടാണ് അടുത്ത ഫ്രണ്ട് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അവർ ബേബിക്ക് ഗിഫ്റ്റൊക്കെ ആയിട്ടാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഞാൻ ഈ ഒരു കേക്കിൻ്റെ റെസിപ്പി ഞാൻ പറയാം. അപ്പം ഇത് നമുക്ക് 1/2 kg വെച്ചിട്ടാണ് കേട്ടോ ഞാനിപ്പോൾ ചെയ്തെടുത്തിട്ടുള്ളത്. അതിനായിട്ട് ആദ്യം 1/2 kgയുടെ ഒരു ബേസ് തയ്യാറാക്കണം. അപ്പോൾ അതൊന്നും ഞാൻ ഇതിൽ കാണിക്കുന്നില്ല കേട്ടോ. കാണിക്കാത്തതൊന്നുമല്ല, മുന്നേ നമ്മൾ 1/2 kg 1 kg ഒക്കെ റെസിപ്പി കാണിച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാണ് മക്കളെ ഇപ്പോൾ കോലം. എന്താ പറയുക, കേക്ക് ഉണ്ടാക്കാൻ ആദ്യമായിട്ട് തുടങ്ങണ പോലെ കേട്ടോ. ഒരു സ്റ്റാർട്ടിങ് അങ്ങോട്ട് കിട്ടുന്നില്ല. അപ്പോൾ കേക്ക് തയ്യാറാക്കാൻ വെച്ചതിന് ശേഷം ഇതുപോലെ നമുക്ക് ചോക്ലേറ്റ് ഗനാഷ് ഉണ്ടാക്കണം. അപ്പോൾ അതിനായിട്ട് ഞാൻ കുറച്ച് ചോക്ലേറ്റും അതുപോലെ തന്നെ കുറച്ച് വിപ്പിംഗ് ക്രീമും കൂടി മിക്സ് ആക്കിയിട്ട് ഒന്ന് ഡബിൾ ബോയിൽ മെത്തേഡിൽ ഇങ്ങനെ ഡബിൾ ബോയിൽ ചെയ്തെടുക്കുന്നുണ്ട്. അപ്പോഴേക്കും നമ്മളെ കേക്ക് അവിടെ ബേക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ 1/2 kg ഇങ്ങനെ ഉണ്ടാക്കിയെടുത്തിട്ട് ഇതിന് ഒരു ലെയർ കട്ട് ചെയ്ത് വെക്കണുള്ളൂ കേട്ടോ. കാരണം എൻ്റെ ഈ ഒരു പാത്രം ചെറുതാണ്, ഞാൻ അതിൻ്റെ ഒറിജിനൽ ടിന്ന് വാങ്ങിയിട്ടില്ല. ആദ്യം ഇത് എങ്ങനെയുണ്ടെന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കാമെന്ന് കരുതിയിട്ട് വീട്ടിലേക്ക് ഉണ്ടാക്കിയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു ട്രാൻസ്പെറൻറ്റ് ഈ ഒരു ബോക്സിലാണ് ഞാനിത് സെറ്റ് ചെയ്ത് കൊടുക്കുന്നത്. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ ഷുഗർ സിറപ്പിന് ഒഴിക്കുന്നത് ചോക്ലേറ്റ് സിറപ്പാണ് കേട്ടോ. ചോക്ലേറ്റും മിൽക്കും ഷുഗറും കൂടെ ആഡ് ചെയ്തിട്ടാണ് ഞാൻ ചോക്ലേറ്റ് സിറപ്പ് ഉണ്ടാക്കിയിട്ടുള്ളത്. എന്നിട്ട് ഞാനിതാ ചോക്ലേറ്റ് ഗനാഷ് നമ്മൾ നേരത്തെ ഉണ്ടാക്കി വെച്ചല്ലോ, അത് വിപ്പിംഗ് ക്രീം ബീറ്റ് ചെയ്തതിലേക്ക് മിക്സ് ചെയ്ത് കൊടുക്കണം. ഒരു 1/4 കപ്പ് വിപ്പിംഗ് ക്രീമേ ഞാൻ ബീറ്റ് ചെയ്തെടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ കേക്കിലേക്ക് ചെയ്യുന്ന പോലെ ക്രീം ഒരുപാട് സ്റ്റിഫായിട്ടൊന്നും നിൽക്കണ്ട കേട്ടോ. നമുക്ക് കുറച്ച് ക്രീമി സ്ട്രക്ചറിലാണ് വേണ്ടത്. ഇത് നമ്മൾക്ക് കേക്കിൽ മേലെ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇത് നമ്മൾ പുഡിംഗ് ലെയർ ഒക്കെ ചെയ്യുന്ന പോലെ കേട്ടോ ചെയ്തെടുക്കുന്നത്. അപ്പോൾ ഇത് സെക്കൻഡ് ലെയറായിട്ട് നമുക്ക് ഇതുപോലെ കൊടുക്കാം. ഇതുപോലെ നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും എത്തുന്ന രീതിയിൽ ഇത് നമുക്കൊന്ന് നന്നായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്തെടുക്കാം. അപ്പോൾ ചോക്ലേറ്റ് ലവേഴ്സ് ആണെങ്കിൽ തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കേണ്ടതാണ്. സത്യം പറയാലോ, കഴിച്ചുകൊണ്ടിരുന്നാൽ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും. എല്ലാവരും ചോദിക്കുന്നത് ഓവർ സ്വീറ്റ് ആണോ എന്നൊക്കെ. നമ്മൾ ഉണ്ടാക്കുന്നതിനനുസരിച്ചിരിക്കും കേട്ടോ അതിൻ്റെ സ്വീറ്റ്നെസ് ഒക്കെ. ഇതിൻ്റെ മുകളിലായിട്ട് ഞാൻ കാരമൽ ചെയ്തിട്ടുള്ള നട്ട്സ് ആണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഹാസൽനട്ട് യൂസ് ചെയ്യാം. ഹാസൽനട്ട് ഒരുപാട് ആളുകൾക്ക് അങ്ങനെ അത്ര കണ്ട് ഇഷ്ടമൊന്നുമല്ല കേട്ടോ. എനിക്കും ഇഷ്ടമല്ല ഈ ഹാസൽനട്ട്, എൻ്റെ മക്കൾക്കാണെങ്കിലും ഇഷ്ടമല്ല. ഇനി ഇതിൻ്റെ മുകളിലായിട്ട് നമ്മൾ നേരത്തെ തയ്യാറാക്കി വെച്ചിട്ടുള്ള ചോക്ലേറ്റ് ഗനാഷ് ബാക്കിയുള്ളതുണ്ടല്ലോ, അതും കൂടി ചേർത്തിട്ട് ഇങ്ങനെ ഫില്ല് ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഞാൻ ചോക്ലേറ്റ് ഗനാഷിൻ്റെ അളവൊന്നും പറയാതിരുന്നത്, ഞാൻ വീണ്ടും ഇതിലേക്ക് കുറച്ചും കൂടി ചോക്ലേറ്റ് ആഡ് ചെയ്ത് മെൽറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. അതെടുത്ത് തികഞ്ഞിട്ടുണ്ടായിരുന്നില്ല. എന്നിട്ട് ഫുള്ളായിട്ട് തന്നെ ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുക. ഓരോ ലെയറും ഫ്രിഡ്ജിൽ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് അല്ലെങ്കിൽ ഫ്രീസറിൽ ഒരു 10 മിനിറ്റ് സെറ്റ് ചെയ്തിട്ട് വെക്കുമ്പോൾ കുറച്ചും കൂടി നന്നായിട്ടിരിക്കും കേട്ടോ. അപ്പോൾ എനിക്ക് ടൈമില്ലാത്തതുകൊണ്ടും ക്ഷമയില്ലാത്തതുകൊണ്ടും ഞാൻ വേഗം ഫ്രീസറിൽ സെറ്റ് ചെയ്യാനായിട്ടാണ് കേട്ടോ വെച്ചിട്ടുണ്ടായിരുന്നത്. എന്നിട്ട് ഇതിൻ്റെ മുകളിലേക്ക് തിക്കായിട്ട് നമ്മൾ വിപ്പിംഗ് ക്രീം ഒന്നും ചേർക്കാതെ വെറും ചോക്ലേറ്റ് മാത്രം. അപ്പോൾ ഞാൻ ഈ ചോക്ലേറ്റ് മെൽറ്റ് ചെയ്യുന്ന ടൈമിൽ ഡാർക്ക് ചോക്ലേറ്റും മിൽക്ക് ചോക്ലേറ്റും കൂടി മിക്സ് ചെയ്തിട്ടാണ് കേട്ടോ ചെയ്തിട്ടുള്ളത്. അതാണ് ഈ ഒരു കളറിൽ. എല്ലാം കൂടെ ഡാർക്ക് ആകുമ്പോൾ ഞാൻ കരുതി എല്ലാം കൂടെ കയ്പ്പ് ടേസ്റ്റ് ആയിട്ട് വന്നിട്ടുണ്ടെങ്കിൽ പിന്നെ കഴിക്കാനൊരു ഇഷ്ടം തോന്നില്ലല്ലോ. അപ്പോൾ ഞാൻ ഇത് മുകളിലത്തെ മാത്രം ഒന്ന് ലൈറ്റ് ആക്കിയതാണ്. പിന്നെ ഇത് ഒരുപാട് കട്ടിക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് പൊട്ടിച്ചെടുക്കാനായിട്ട് പ്രയാസമായിരിക്കും. അപ്പോൾ ഒരു തിൻ ലെയറായിട്ട് കൊടുത്താൽ മതി. ഇനി ഇതും ഞാൻ സെറ്റ് ആവാനായിട്ട് 10 മിനിറ്റ് വേണ്ട, ഒരു 5 മിനിറ്റ് വെച്ചാൽ തന്നെ ഈ ഒരു ചോക്ലേറ്റ് നമുക്കവിടെ നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. പിന്നെ ഓരോ ലെയർ ചെയ്യുന്നതിനനുസരിച്ച് നമ്മളൊന്ന് ടാപ്പ് ചെയ്യണത് നന്നായിരിക്കും. എന്താ വെച്ചാൽ എയർ ബബിൾസ് ഒക്കെ കൂടി നിൽക്കുന്നുണ്ടെങ്കിൽ പോയി കിട്ടും, എല്ലാതും ഈവണായിട്ടിലേക്ക് പോവുകയും ചെയ്യും കേട്ടോ. അപ്പോൾ ഇതുപോലെ ഒന്ന് ടാപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ഞാൻ അതിൻ്റെ മുകളിലായിട്ട് കൊക്കോ പൗഡർ ഒന്ന് അരിപ്പയിൽ ചെയ്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഞാനിതുപോലെ ഒരു ഹേർട്ട് ഷേപ്പ് കട്ട് ചെയ്തിട്ട് അതിൻ്റെ മുകളിലായിട്ട് ഇങ്ങനെ വെച്ച് കൊടുക്കുന്നുണ്ട്, ഒരു ഡിസൈൻ കിട്ടാൻ വേണ്ടിയിട്ടാണ്. എന്നിട്ട് കൊക്കോ പൗഡർ ലൈറ്റ് കൊക്കോ പൗഡർ എടുക്കുന്നതായിരിക്കും നല്ലത്. പക്ഷേ ഞങ്ങൾക്ക് ഡാർക്ക് ആണെങ്കിലും ഇത് എനിക്ക് ഒത്തിരി ഇഷ്ടമായിട്ടോ ഇങ്ങനെ ചെയ്ത ടൈമിൽ. അപ്പോൾ ഇത് ഇതുപോലെയാണ് കഴിക്കാനായിട്ട് നല്ല ടേസ്റ്റാണ് കേട്ടോ. നമ്മളിങ്ങനെ കഴിച്ചാൽ ഇത് കഴിച്ചുകൊണ്ടേയിരിക്കും. ഇനി ഇതിൻ്റെ പ്രൈസ് ഓരോരുത്തർക്കും കൺഫ്യൂഷനാണ്. പല സ്ഥലത്തും പല പ്രൈസിലാണ് ഇത് വിറ്റ് പോകുന്നത്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്താ പറയുക, നമ്മളുടെ കസ്റ്റമറിനനുസരിച്ചിട്ട് നമുക്ക് ഇതിലെ ചോക്ലേറ്റിൻ്റെ വ്യത്യാസം വരുത്താൻ പറ്റും കേട്ടോ. ഞാനിപ്പോൾ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് മെല്ലോ ചോക്ലേറ്റിലാണ്. അതുപോലെ കസ്റ്റമേഴ്സ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ ബെൽജിയൻ ചോക്ലേറ്റിലാണെന്നുണ്ടെങ്കിൽ ആ ഒരു പ്രൈസിൽ നമുക്ക് കൂടിയ ചോക്ലേറ്റാണ് നമ്മൾ യൂസ് ആക്കണമെങ്കിൽ ആ ഒരു റേറ്റിൽ നമുക്ക് കൊടുക്കാനായിട്ട് പറ്റും. അപ്പോൾ ക്വാളിറ്റി ചോക്ലേറ്റ് യൂസ് ചെയ്യുന്നവർ അതിനനുസരിച്ചിട്ട് പ്രൈസ് കൂട്ടിയാൽ മതി. അതല്ല നോർമൽ ചോക്ലേറ്റിലാണ് യൂസ് ചെയ്യണമെങ്കിൽ ആ ഒരു പ്രൈസിൽ നമുക്ക് ഏകദേശം കാൽക്കുലേറ്റ് ചെയ്തിട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ എന്തായാലും ഈ ഒരു പെരുന്നാളിന് നിങ്ങളെല്ലാവരും ഇന്ന് ട്രൈ ചെയ്ത് നോക്കുന്നവർ എന്നെ ഒന്ന് ഫീഡ്ബാക്ക് അറിയിക്കാൻ മറക്കരുത്.
അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. ഇനി സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലുമൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് സപ്പോർട്ട് ചെയ്യട്ടോ. അപ്പോൾ പുതിയൊരു റെസിപ്പിയുമായിട്ട് നമ്മൾ വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ബൈ ബൈ.